നമസ്കാരം. രാജ്യം 77-ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ കേരളത്തിൽ അഭിമാനം ഉണ്ടാക്കുന്ന പത്മ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് VS അച്യുതാനന്ദന്, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെയായ അന്തരിച്ച VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ നൽകി രാഷ്ട്രം ആദരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ്. വാർത്തയുടെ പ്രാധാന്യമാണ് പറയുന്നത്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് നാരായൺ ജിക്ക് ലഭിച്ച പത്മവിഭൂഷണാണ് ഏറ്റവും മൂല്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് നിരവധി കോളിളക്കങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു തീരുമാനമാണ് രാഷ്ട്രം ശ്രീ VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ആദരിക്കുവാൻ തീരുമാനിച്ച ആ നടപടി. VS അച്യുതാനന്ദന് രാഷ്ട്രത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ ലഭിക്കുമ്പോൾ പല കോണുകളിൽ നിന്നും പല ചർച്ചകളും ഉയരുന്നുണ്ട്. ഇനി അതൊരു വിവാദമായി കത്തിപ്പടർന്നേക്കാവുന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഈ പുരസ്കാരത്തിന് അർഹനാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. VS അച്യുതാനന്ദനോട് വ്യക്തിപരമായി എൻ്റെ കാര്യം പറയുകയാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 99% നിലപാടുകളോടും എനിക്ക് ശക്തമായ എതിർപ്പുകളുണ്ട്. എന്നാൽ രണ്ട് കാരണങ്ങൾ കൊണ്ട്, പ്രധാനമായി രണ്ടല്ല മൂന്നെന്ന് പറയാം, എന്നാലും അവയിൽ പ്രധാനമായി രണ്ട് കാരണങ്ങൾ കൊണ്ട് VS അച്യുതാനന്ദൻ തീർച്ചയായും ഈ ഒരു പുരസ്കാരത്തിന് അർഹനാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതൊന്ന് പരിശോധിക്കാം, എന്തൊക്കെയാണ് ആ കാരണങ്ങളെന്ന്. രസകരമായിരിക്കുമെന്ന് തോന്നുന്നു. അതിലാദ്യത്തെ കാരണം 1962 ഭാരതവും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ, അതായത് നെഹ്റുവിൻ്റെ നയങ്ങൾ കാരണം, ഇന്ത്യ ചീനി ഭായി ഭായി എന്നുള്ള നയങ്ങൾ കാരണം അതിൽ അഭിരമിച്ചിരുന്ന ഭാരതത്തെ ചതിച്ച് ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ ഭാരതവും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായി 1962. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, ഭാരതവും ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഭാരതം ചൈനയെ നേരിടുന്നത് ശരിയല്ല. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ പക്ഷത്തായിരുന്നു ആ യുദ്ധത്തിൽ. അത് കാരണം കൊണ്ട് തന്നെ ചൈനീസ് ചാരന്മാരെന്ന് മുദ്ര കുത്തപ്പെട്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം രാജ്യമൊട്ടാകെ അറസ്റ്റിലാവുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. VS അച്യുതാനന്ദനും അക്കൂട്ടത്തിൽ ജയിലിലടയ്ക്കപ്പെട്ട ഒരു നേതാവായിരുന്നു. പക്ഷേ പാർട്ടിയുടെ പൊതുനയത്തിന് വിരുദ്ധമായി ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സൈനികർക്ക് വേണ്ടിയിട്ട്, വീരസൈനികർക്ക് വേണ്ടി രക്തദാനം എന്നുള്ളൊരു സംരംഭം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും അത് കുറേയൊക്കെ നടത്തിയെടുക്കുകയും ചെയ്തു. ഭാരതത്തിലെ ഈ യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന സൈനികർക്ക് ആവശ്യമായ രക്തം നൽകുവാനുള്ള ഒരു സംരംഭം അദ്ദേഹം തുടങ്ങുകയും അത് കുറേയൊക്കെ വിജയകരമായി അദ്ദേഹം നടത്തിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കടുത്ത നടപടികൾ പാർട്ടിയുടെ ഉന്നതങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുക വരെ ചെയ്തു. ഈ അവരുടെ പാർട്ടി വിരുദ്ധ നയമായിരുന്നു VS അച്യുതാനന്ദൻ കൈക്കൊണ്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ തരം താഴ്ത്തി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അതിനെ മറയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് മറയ്ക്കുവാൻ ശ്രമിക്കുന്നത് പാർട്ടി അദ്ദേഹത്തെ തരം താഴ്ത്തി ഇല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാനല്ല അവർ ശ്രമിക്കുന്നത്. VS അച്യുതാനന്ദൻ രക്തദാനം, ഇത്തരത്തിലുള്ളൊരു രക്തദാന സംരംഭം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കുവാനാണ്. പക്ഷേ സത്യം, അദ്ദേഹം അത്തരമൊരു സംരംഭത്തിന് മുൻകൈ എടുക്കുകയും അത് ഏറെക്കുറെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി പാർട്ടിയിൽ നിന്ന് കടുത്ത നടപടികൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ പാർട്ടി വിരുദ്ധ നയം അദ്ദേഹം സ്വീകരിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദേശീയവാദി എന്നുള്ള നിലയിൽ തീർച്ചയായും ശരി തന്നെയാണ്. കാരണം പാർട്ടി എന്നുള്ളത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ എന്നും ഭാരതത്തിന് വിരുദ്ധമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയോട് ദേശസ്നേഹത്തിൻ്റെ കാര്യം വരുമ്പോൾ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ VS അച്യുതാനന്ദൻ തീർച്ചയായും ആദരണീയൻ തന്നെയാണ്. അതാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിക്കുവാൻ അർഹതയുണ്ട് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം കുറച്ചും കൂടി സമീപകാലത്ത്, ഒരു 2010 കാലഘട്ടത്തിൽ നടന്നതാണ്. ആ സംഭവത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം പറയട്ടെ. VS അച്യുതാനന്ദൻ്റെ ഈ രണ്ട് കാര്യങ്ങളും, അതായത് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുവാനുള്ള അർഹത തീർച്ചയായും ഉണ്ട് എന്നുള്ള എൻ്റെ അഭിപ്രായത്തിന് കാരണമായിട്ടുള്ള ആദ്യത്തെ രണ്ട് കാരണങ്ങളും ഭാരതത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിൻ്റെ
ഏറ്റവും വലിയ ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒന്നാം സ്ഥാനം ജിഹാദികൾക്കും നൽകണം, രണ്ടാം സ്ഥാനം കമ്മ്യൂണിസ്റ്റുകാർക്കും നൽകണം. ഈ രണ്ട് ആഭ്യന്തര ശത്രുക്കൾക്കെതിരെയുള്ള നടപടികൾ കാരണമാണ് അദ്ദേഹം ഈ പുരസ്കാരത്തിന് തീർച്ചയായും അർഹനാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം. നിങ്ങളും അത് ദേശീയവാദികളായ ഏതൊരു വ്യക്തിയും അത് സമ്മതിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഒന്നാമത്തെ ആഭ്യന്തര ശത്രുവായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരത വിരുദ്ധമായ നിലപാടുകൾ എടുത്തപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച VS നാം കണ്ടു. ഭാരതവും ചൈനയുമായി നടന്ന യുദ്ധകാലഘട്ടത്തിൽ 1962. ഇനി 2010 വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് എന്നുള്ളൊരു പേര് ചോദ്യപേപ്പറിൽ വന്നു എന്നതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെ കൈവെട്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അഥവാ PFI, ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടന, അന്ന് കേരളത്തിൽ എല്ലാ പത്തികളും വിരിച്ച് ഫണം വിരിച്ചാടുക എന്ന് പറയും, ഒരു കേരളത്തെ ദംശിച്ച് നശിപ്പിക്കുവാനുള്ള ഒരു വലിയ വിഷനാഗമായി, നിരവധി ഫണങ്ങളുള്ള ഒരു വിഷനാഗമായി അഴിഞ്ഞാടുകയായിരുന്നു കേരളത്തിൽ. ആ അവസരത്തിൽ ഡൽഹിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട അന്നത്തെ കേരള മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സബ്ജക്റ്റ് ടു കറക്ഷനാണ് ഡേറ്റ്, 2010 ജൂലൈ 24 ഈ മാധ്യമ സമ്മേളനം, പത്രസമ്മേളനം എന്നാണ് എൻ്റെ ഓർമ്മ. തീയതിക്ക് വ്യത്യാസമുണ്ടായേക്കാം, സബ്ജക്റ്റ് ടു കറക്ഷൻ. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ PFIയെ നിശിതമായി വിമർശിച്ചു എന്ന് മാത്രമല്ല, കേരളത്തെ ഇസ്ലാമികവൽക്കരിക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലഭ്യമായ വിവരങ്ങൾ വെച്ച് അദ്ദേഹം പച്ചയായി തുറന്നു കാട്ടുകയും ചെയ്തു. യാതൊരു മയപ്പെടുത്തലുമില്ലാതെ പണം നൽകി മതപരിവർത്തനം നടത്തിയും ചതിക്കുഴികളിൽപ്പെടുത്തിയുള്ള വിവാഹങ്ങളിലൂടെയും അംഗസംഖ്യ വർദ്ധിപ്പിച്ച് ഇസ്ലാമിക സമുദായത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച് കേരളത്തെ 20 വർഷങ്ങൾ കൊണ്ട് ഇസ്ലാമികവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒരു തരത്തിലും ആ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകുവാനോ അത് പിൻവലിച്ച് ഇപ്പോൾ സജി ചെറിയാനെ പോലുള്ള മന്ത്രിമാർ നടത്തുന്ന ഖേദപ്രകടനവും മാപ്പ് പറയലും ഒന്നും നടത്തുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. 2010 ഈ സംഭവം നടന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും ആ സംഭവത്തിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിൽ ലവ് ജിഹാദ് പോലുള്ള സംഭവങ്ങൾ, ഇസ്ലാമിക ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വീണ്ടും ചർച്ചയാവുകയും അതിന് ചൂട് പിടിക്കുകയും ചെയ്തു. ആ ഒരു കാര്യം കൊണ്ടും അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളിൽ പ്രമുഖ ശ്രേണിയിലുള്ള ജിഹാദികൾക്കെതിരെയും ഭാരതത്തിനോട്, രാഷ്ട്രത്തോട്, ദേശീയവാദത്തോട്, ദേശസ്നേഹത്തോട് എന്നും മുഖം തിരിച്ചു നിന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ VS അച്യുതാനന്ദൻ സ്വീകരിച്ച ഒരു നയങ്ങൾ അദ്ദേഹത്തെ തീർച്ചയായും ഭാരതത്തിൻ്റെ രണ്ടാമത്തെ വലിയ സിവിലിയൻ പുരസ്കാരത്തിന് അർഹനാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അത്രയും ഒന്നും രണ്ടും കാരണങ്ങൾ പോലെ അത്രയും പ്രാധാന്യമുള്ളതല്ല, എന്നാലും രസകരമാണ്. മൂന്നാമത്തെ കാര്യം കുറച്ചും കൂടി വ്യക്തിപരമായിട്ടുള്ളൊരു കാരണമാണ് VS അച്യുതാനന്ദൻ ഈ പുരസ്കാരത്തിന് അർഹനാണ് എന്ന് ഞാൻ പറയുവാനുള്ള കാരണം. അതിൻ്റെ കാരണം, എന്നും പിണറായി വിജയനെ പോലുള്ളൊരു നേതാവിനെ, അതായത് MV രാഘവൻ്റെ കയ്യാളായി MV രാഘവനെ ചതിച്ച്, പിന്നെ VS അച്യുതാനന്ദൻ്റെ കയ്യാളായി VS അച്യുതാനന്ദനെ ചതിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉയരങ്ങളിലേക്ക് കയറിപ്പോയ പിണറായി വിജയൻ എന്ന നേതാവിനെ, ഇത് ഞാൻ പറയുന്നതല്ല, MV രാഘവനും പറഞ്ഞിട്ടുണ്ട്, VS അച്യുതാനന്ദനും പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം, തനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും സ്വാധീനമുള്ള കാലത്തോളം പിണറായി വിജയൻ്റെ വളർച്ചയെ, പാർട്ടിക്കുള്ളിൽ ഉള്ള വളർച്ചയെ തടയുവാൻ പരാജയപ്പെട്ടാൽ പോലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് മന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് കയറുവാനുള്ള പിണറായി വിജയൻ്റെ ശ്രമങ്ങളെ തനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം, തൻ്റെ ആരോഗ്യം തന്നെ അനുവദിച്ചിരുന്ന കാലത്തോളം എന്ത് മാർഗം ഉപയോഗിച്ചും എന്ത് വില കൊടുത്തും എതിർത്തിരുന്ന, തടഞ്ഞിരുന്ന ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. ആ ഒരു കാരണം കൊണ്ടും അദ്ദേഹം തീർച്ചയായും ഇത്തരമൊരു പുരസ്കാരത്തിന് അർഹനാണ് എന്ന് തന്നെയാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും VS അച്യുതാനന്ദന് മരണാനന്തരം ലഭിച്ചിരിക്കുന്ന ഈ പത്മവിഭൂഷൺ പുരസ്കാരത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.